ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഫേമസ് ആയിട്ടുള്ള മാംഗ്ലൂർ ബൺസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി 5 പഴം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലതുപോലെ ഒന്നും പഴത്തിന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ അല്ലാന്നുണ്ടെങ്കിൽ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഇതിലേക്ക് ഞാൻ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു, അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാ നല്ലതുപോലെ മിക്സാക്കി എടുത്തു. പഴമൊക്കെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മാവൊക്കെ നല്ല രീതിയിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് 3-4 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതാ ഇപ്പോൾ ഒരു 4 മണിക്കൂറോളം ആയിട്ടുണ്ട്. മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി കിട്ടി. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മാവൊക്കെ നല്ല രീതിയിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് പരത്തിയെടുക്കാം ഇതുപോലെ. അപ്പോൾ ഇതാ എല്ലാം ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. എണ്ണയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ബൺസൊക്കെ നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതിനെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള മാംഗ്ലൂർ ബൺസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ വേണ്ടി, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിനുള്ളിലൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നു. അപ്പോൾ വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റോ ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചട്നീൻ്റെ ഒപ്പം കൂടി കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.